Welcome to Tiffany's Kitchen. ഹായ് എവരിവൺ, അസ്സലാമു അലൈക്കും. ഇന്നൊരു കിഡിലൻ ഡ്രിങ്കാണ് ചെയ്യാൻ പോകുന്നത്. നോമ്പുതുറ സമയത്തായിരുന്നാലും മറ്റു പാർട്ടികളിലായിരുന്നാലും സെർവ് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റി ആയിട്ടുള്ള, കാണാൻ നല്ല ഭംഗിയായിട്ടുള്ള ഒരു ഡ്രിങ്കാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു തണ്ണിമത്തൻ്റെ സ്ലൈസ് ഞാൻ എടുത്തിട്ടുണ്ട്. ഇതൊന്ന് കുഞ്ഞു കുഞ്ഞായിട്ടൊന്ന് കഷ്ണങ്ങളാക്കി എടുക്കാം. അപ്പോൾ മുഴുവനായിട്ടും ഞാനിതുപോലെ കഷ്ണങ്ങളാക്കി എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ വേണ്ടത് അല്പം ചൊവ്വരിയാണ്. ഞാനിവിടെ ഓൾറെഡി ചൊവ്വരി കുക്ക് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്കുള്ള മിൽക്ക് റെഡിയാക്കി എടുക്കാം. അതിനായിട്ട് ഒരു ബൗളിലേക്ക് ഞാൻ മിൽക്ക് ഒഴിച്ചു കൊടുക്കണം. നല്ല തണുത്ത മിൽക്കാണ് കേട്ടോ. ഇനി ഇതിലേക്ക് റോസ് സിറപ്പ് ഒഴിച്ചു കൊടുക്കാം. റോസ് സിറപ്പ് അല്ലെങ്കിൽ റോസ് മിൽക്ക് ഇതൊന്നും ഇല്ലെന്നുണ്ടെങ്കിൽ റൂഹ് അഫ്സ ആയിരുന്നാലും മതി. അത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ നല്ലതായിട്ടൊരു പിങ്ക് കളറായിട്ട് കിട്ടും. അതുപോലെ തന്നെ നല്ലൊരു ഫ്ലേവറും ആയിരിക്കും റോസ് മിൽക്ക് ഒഴിക്കുന്ന സമയത്ത്. ഇനി ഇതിലേക്ക് ഞാൻ ആവശ്യത്തിന് ഷുഗർ പൗഡറും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഞാൻ ഓൾറെഡി ഷുഗറെല്ലാം പൊടിച്ച് വെച്ചിട്ടുള്ളതാണ്. നമ്മുടെ കിച്ചൺ ടിപ്സിൻ്റെ വീഡിയോ ഇട്ടപ്പോൾ ഞാനെല്ലാം കാണിച്ചിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ മിൽക്കും അതുപോലെ തന്നെ തണ്ണിമത്തൻ ചോപ്പ് ചെയ്തതും കുക്ക് ചെയ്തെടുത്തിട്ടുള്ള ചൊവ്വരിയും ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ഈ കുക്ക് ചെയ്തെടുത്തിട്ടുള്ള ചൊവ്വരിയും ഈ ഒരു തണ്ണിമത്തനും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് ഉടച്ചെടുക്കാം. ഇതിൽ നിന്ന് ഞാൻ കുറച്ച് തണ്ണിമത്തന് ഉടച്ചെടുക്കുന്നതിൻ്റെ തൊട്ട് മുമ്പ് ഒന്ന് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിന് മുകളിൽ ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇടാൻ വേണ്ടിയിട്ടാണ്. ഇനി നമുക്ക് ഈ ഡ്രിങ്ക് ഗ്ലാസ്സിലേക്ക് സെറ്റ് ചെയ്യാം. അപ്പോൾ നമ്മൾ നേരത്തെ മിക്സാക്കി വെച്ചിട്ടുള്ള ചൊവ്വരിയും തണ്ണിമത്തനും കൂടെയുള്ള ഒരു മിക്സ് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നമ്മൾ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ ഒരു റോസ് മിൽക്ക് ഒഴിച്ചു കൊടുക്കുക. ഇനി നമുക്ക് ഡെക്കറേഷന് വേണ്ടിയിട്ട് ഇതിന് മുകളിൽ അല്പം തണ്ണിമത്തനും അതുപോലെ തന്നെ കുക്ക് ചെയ്തെടുത്തുള്ള ചൊവ്വരി ഉണ്ടെങ്കിൽ അത് ചേർത്ത് കൊടുക്കാം. ഇല്ലെന്നുണ്ടെങ്കിൽ ഒരു റോസ് പെറ്റൽ വെച്ച് കൊടുക്കാം. അതൊക്കെ ഓരോരുത്തരുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യുക. നല്ലൊരു അടിപൊളി ടേസ്റ്റാണ്. നോമ്പുതുറ സമയത്തൊക്കെ നമുക്ക് കുടിക്കാൻ പറ്റുന്ന നല്ലൊരു അടിപൊളി ഡ്രിങ്കാണ്. അതുപോലെ തന്നെ മറ്റു പാർട്ടികളിലായിരുന്നാലും നമുക്കിത് സെർവ് ചെയ്യാവുന്നതാണ്. തീർച്ചയായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാൻ മറക്കരുത്. തണ്ണിമത്തൻ വെച്ചിട്ടുള്ള ഒരുപാട് വെറൈറ്റി ഡ്രിങ്കുകൾ നമ്മൾ മുൻപ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കാണാത്തവരുണ്ടെങ്കിൽ കാണാൻ മറക്കരുത്. പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇന്നത്തെ നോമ്പുതുറക്ക് തന്നെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ കേട്ടോ. അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതുപോലുള്ള ഈസി റെസിപ്പിയുമായിട്ട് ഇൻഷാ അല്ലാഹ് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. Thank you.